കൂട്ടുകാരെ, കുഞ്ഞുമോൾ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ട് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പം, വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. നിങ്ങളിത് വരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. സ്നാക്സ് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് നമുക്കിത് ക്യാബേജാണ് കേട്ടോ. ക്യാബേജിൻ്റെ ഒരു 3 ഇതൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു 3 എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള ക്യാബേജാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ ക്യാബേജ് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. വേവിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ ഒരു ഇതിലല്ലേ കട്ടിയിലിരുന്നിക്കണം, ജസ്റ്റ് ഒന്ന് വാടി കിട്ടുന്ന വിധം ഒന്ന് സെറ്റാക്കി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ 2 ഭാഗത്തേക്കും മറച്ചിട്ടിട്ട് ഇല ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വേവിച്ചത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ കുറച്ച് സാധനം കൂടി നമുക്ക് വേണം. 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, 1 സബോള ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഇത്ര സാധനങ്ങൾ മാത്രം മതിട്ടോ നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളൂ. അത് നന്നായി വേവിച്ചെടുത്ത് വെച്ച് തൊലി കളഞ്ഞ് വെച്ചതാണ് കേട്ടോ. അതിന് ശേഷം ഒരു പാൻ എടുത്തിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് വാട്ടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയാണ് കേട്ടോ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മളൊരു സബോള ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. നന്നായി വാടേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് സബോളയൊക്കെ ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വേഗം വാടി കിട്ടാൻ പറ്റിയിട്ടുള്ളൊരു ഐഡിയ ആണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടതിന് ശേഷം നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വേപ്പില, എല്ലാ ഐറ്റംസും ഇല്ല എല്ലാം കൂടി ഒരുമിച്ച് ഇടാം കേട്ടോ. എല്ലാം തന്നെ ഞാൻ ഒറ്റ ട്രിപ്പിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി അതും കൂടി ഒന്ന് ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറണ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. നമ്മുടെ വേപ്പിലയും ഇപ്പം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടുക വേണ്ട കേട്ടോ. സബോളയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ വാടിയതിന് ശേഷം നമ്മളത് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്യുക കേട്ടോ. നല്ല ഈ മുളകിൻ്റെയും മല്ലിയുടെയും ഒക്കെ ഒരു പച്ചമണം മാറണ വരെ തന്നെ നന്നായി തന്നെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ പച്ചമണമൊക്കെ ഒന്ന് നന്നായി മാറിയിട്ടുണ്ട്. കണ്ട മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഭാഗം മതി. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങില്ലേ, അപ്പോൾ അത് ഞാൻ നന്നായിട്ട് തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള സാധനങ്ങളും കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മസാലയിൽ 1 ഉരുളക്കിഴങ്ങ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ. ഉരുളക്കിഴങ്ങിൽ നമ്മൾ മല്ലിയും മസാലകളൊക്കെ പിടിക്കുന്ന വിധത്തിൽ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ ഉപ്പ് കുറവുണ്ടാവും, അപ്പോൾ ഒന്ന് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ പാകത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ ആ കിണ്ണത്തിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഈ മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് പരത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ചൂടാറി കിട്ടും കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് നോമ്പായ കാരണം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സ്നാക്സാണ്. ക്യാബേജൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും കഴിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാബേജൊക്കെ എടുത്തിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം കണ്ടില്ലേ, നമ്മുടെ മസാലയൊക്കെ ചൂടാറിയിട്ടുണ്ട്. നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് നമ്മുടെ ഈ മസാല ഈ ക്യാബേജിൻ്റെ ഉള്ളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ സ്പൂൺ കൊണ്ട് ഇട്ടപ്പോൾ എനിക്കൊന്ന് കറക്റ്റ് ആവാത്ത പോലെ തോന്നി. അപ്പോൾ ഞാൻ സ്പൂൺ അവിടെ വെച്ചു. കൈ കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് പരത്തി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് കൈ കൊണ്ട് തന്നെ നമ്മൾ അടക്കി പരത്തണ പോലെ ഈ ഇലയിൽ മൊത്തം പരത്തി കൊടുക്കണം. അപ്പോൾ എൻ്റെ ക്യാബേജ് ചെറിയ ക്യാബേജ് ആയിരുന്നു കേട്ടോ. അത് കാരണം തന്നെ എനിക്ക് ഫുൾ അങ്ങോട്ട് പരത്തി കൊടുക്കാൻ പറ്റിയില്ല കറക്റ്റായിട്ട്. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ല വലിയ ക്യാബേജ് നോക്കി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം നല്ല വലിപ്പം ഉണ്ടാവും. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ഇങ്ങനെ പരത്തി കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി വെച്ച് ജസ്റ്റ് അട പരത്തണ പോലെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈയൊന്ന് നനച്ച് പരത്തണമെങ്കിലും പരത്താം കേട്ടോ. അപ്പോൾ ഇങ്ങനെ മൊത്തമായിട്ട് അങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ എളുപ്പപ്പണിയാണ് കേട്ടോ. അപ്പോൾ കണ്ട മൊത്തം പരത്തിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന്
റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇലയുടെ തെറ്റത്തേക്ക് ആവുമ്പോൾ ഇതിങ്ങനെ പറഞ്ഞിങ്ങോട്ട് പോരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ഉള്ളിലേക്കായിട്ട് മാത്രം പരത്താൻ ശ്രമിച്ചോളൂ കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഞാൻ ദേ അങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഇലയിലും കൂടി നമുക്ക് മസാല ഒന്ന് ചേർക്കാം. ഞാനൊരു 3 ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിനുള്ള സാധനങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ദേ എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി മറ്റേതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ മസാലയൊക്കെ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് ഇതാ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 എണ്ണമാണ് കിട്ടിയത്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാൻ നിന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് കത്തി കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കത്രിക എടുത്തിട്ട് ഒന്ന് നല്ല അടിപൊളിയായിട്ട് കത്രിക കൊണ്ടാണ് കേട്ടോ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റിയത്. കണ്ട അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ 3 ഞാനിതേ ഓരോന്നോരോന്ന് കട്ട് ചെയ്തിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്തോളൂ. ഉള്ളിൽ നിന്നുള്ള ഫില്ലിങ്സ് പുറത്ത് ചാടാണ്ട് നോക്കിയോളൂ. ഞാൻ തെറ്റത്തേക്ക് ആക്കിയ കാരണം കുറച്ചൊക്കെ എൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ദേ 3 ഞാൻ നല്ല രീതിക്ക് തന്നെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ക്യാബേജിൻ്റെ ഇല എടുക്കുമ്പോൾ കുറച്ച് വലിപ്പമുള്ളത് നോക്കി എടുക്കാൻ നോക്കുക. ഇനി ജസ്റ്റ് നമ്മുടെ ഒരു പാൻ എടുത്തിട്ട് ഒന്ന് ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിനി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക വേണ്ട കേട്ടോ. കാരണം കാബേജ് ഓൾറെഡി വെന്തിട്ടുള്ളതാണ്, ഉള്ളിലെ ഫില്ലിങ്സും വെന്തതാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ വെളിച്ചെണ്ണയോ ഓയിലോ എന്താ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണയൊന്ന് ചൂടാവട്ടെ കേട്ടോ. ആ ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റ ട്രിപ്പിലേക്കുള്ളത് തന്നെയുള്ളൂ. നമുക്ക് എല്ലാം കൂടിയിട്ട് നന്നായി ചൂടായതിന് ശേഷം ജസ്റ്റ് ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. പരത്തി വെച്ചിട്ട് നല്ലോണം ചൂടായി മുരിഞ്ഞതിന് ശേഷം അപ്പുറത്തെ ഭാഗം കൂടി ഒന്ന് പൊരിച്ചെടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സ് തന്നെയാണ് കേട്ടോ. ഇതുവരെ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ലല്ലോ, പ്രാവശ്യം എന്തായാലും ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ അതേ ഞാൻ എല്ലാം തന്നെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായി സിമ്മിലിട്ട് കൊടുക്കണം കേട്ടോ. നന്നായി ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞ് പോവും. സിമ്മിലിട്ടിട്ട് ഒരു ഭാഗം മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഭാഗം നമുക്ക് മൊരിച്ചെടുക്കുക വേണ്ട കേട്ടോ. അപ്പോൾ അതേ ഫുൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു ഭാഗം ആയതിന് ശേഷം നമുക്ക് മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് പറ്റില്ല, നമ്മൾ 2 സ്പൂൺ എടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ വല്ല പ്ലക്കറൊക്കെ എടുത്തിട്ട് അങ്ങനെ തിരിച്ചെടുക്കണം. കാരണം ഫില്ലിങ്സ് നമ്മൾ തെറ്റത്തേക്കും കൂടിയും ചെയ്ത കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ട് ഫില്ലിങ്സ് വരണം. അപ്പോൾ നിങ്ങൾ ഇല എടുക്കുമ്പോൾ ക്യാബേജിൻ്റെ ഇല എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല വലിപ്പമുള്ള ഇലയിൽ സെൻട്രലായിട്ട് മാത്രം ആക്കി കൊടുക്കുക, തെറ്റത്തേക്ക് വരരുത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 സ്പൂൺ എടുത്തിട്ട് സെറ്റപ്പായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഭാഗം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കേട്ടോ. നല്ല സ്നാക്സ് എന്ന് പറഞ്ഞാൽ അടിപൊളി സ്നാക്സാണ് കേട്ടോ. ഓൾറെഡി ക്യാബേജൊക്കെ വെന്തിട്ടുള്ളതാണ്, ഉള്ളിലത്തെ സാധനങ്ങളും വെന്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുറച്ച് സോസും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാവും. കുട്ടികൾക്ക് സ്കൂളിട്ട് വരുമ്പോൾ അവർക്ക് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂടാറിക്കഴിഞ്ഞാൽ വലിയ ക്യാബേജൊന്നും വലിയ ടേസ്റ്റ് തോന്നണില്ല കേട്ടോ എനിക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.